ഹായ് ഹലോ അസ്സാം വലൈക്കും ഫ്രണ്ട്സ്. എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങളും? എല്ലാവർക്കും സുഖമല്ലേ? പെരുന്നാളൊക്കെ കഴിഞ്ഞോ? പെരുന്നാളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാവരും അടിച്ച് പൊളിച്ചില്ലേ? എല്ലാവർക്കും ഈദുൽ അദ്ഹ മുബാറക്ക്. പിന്നെ വീഡിയോ ഒക്കെ ഇപ്പം അങ്ങനെ കുറച്ച് താമസിക്കുന്നുണ്ട് വീഡിയോസൊക്കെ ചെയ്യാനും. കുറച്ചൊരു മടി കുടുങ്ങിയിരിക്കണ്. വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര മടിയായിരിക്കണം. അതുകൊണ്ടാണ് കേട്ടോ. ഇൻഷാ അല്ലാഹ് ഇനി എന്നും ഡെയിലി വ്ളോഗ് ചെയ്യണമെന്നുണ്ട്. പെരുന്നാളൊക്കെ ആയിട്ട് 2 ദിവസത്തെ സ്കൂളിന് അവധിയാണല്ലേ. അപ്പോൾ എല്ലാവരും സ്വന്തം വീട്ടിലൊക്കെ പോയിട്ടുണ്ടാവും. ഞാൻ പോയിട്ടില്ല കേട്ടോ. ഞാൻ ഇനിയൊരു കല്യാണം ഉണ്ട്. അപ്പോൾ ആ കല്യാണം കൂടി കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മളൊരു കുറച്ച് ദിവസം മുന്നേ എടുത്തൊരു വീഡിയോ ആണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച എടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ ഇത് രാവിലെ ദോശ ഉണ്ടാക്കുകയാണ്, നീർദോശ. എനിക്കിങ്ങനെ നീർദോശ എന്ന് അറിയില്ലായിരുന്നു കേട്ടോ. പിന്നെ നമ്മളെ ഫ്രണ്ട്സുകൾ ആരൊക്കെയാണ് പറഞ്ഞത് നീർദോശ എന്നാണ് ഇതിന് പറയുക എന്നൊക്കെ കേട്ടോ. ദോശക്ക് ഗ്രീൻ പീസ് കറിയാണ് ഉണ്ടാക്കിയത്. ഗ്രീൻ പീസ് കറി അങ്ങനെ ദോശയൊക്കെ ഉണ്ടാക്കി നമ്മൾ രാവിലെ ചായയൊക്കെ കഴിച്ച്. നമ്മളെ വല്ലാതെ സങ്കടപ്പെടുത്തിയ ഒരു കാര്യമുണ്ട്, കുവൈറ്റിലെ തീപിടുത്തം. ഒരുപാട് മലയാളികൾ മരിച്ചതും എല്ലാതും ചെറിയ പ്രായം. അവരൊക്കെ ഓരോരോ വീഡിയോസും ഒക്കെ കാണുമ്പോൾ വീട്ടുകാർ അറിഞ്ഞ കാര്യങ്ങളും ഓരോരോ എന്താ പറയുക, അവരങ്ങനെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ഓരോ വീഡിയോസൊക്കെ ഇങ്ങനെ കാണുമ്പോൾ കരഞ്ഞ് എന്താ പറയാൻ വാക്കുകളില്ല. എന്തായാലും അവരെ കുടുംബത്തിനൊക്കെ റബ്ബ് സമാധാനം കൊടുക്കട്ടെ. എന്തായാലേ നമ്മളെ കുടുംബം പുലർത്താനും വേണ്ടി നോക്കാനും വേണ്ടി പോകുന്നതാണല്ലോ. അന്യനാട്ടിലും പ്രവാസ ലോകത്ത് പോയി കഷ്ടപ്പെട്ട് നമ്മൾക്ക് വേണ്ടിയിട്ടാണ് അവർ ഈ ചൂടും തണുപ്പും ഒക്കെ സഹിച്ച് അങ്ങനെ അവിടെ നിൽക്കുന്നത്. എന്നിട്ട് പിന്നെ ഇങ്ങനെയുള്ള ഓരോ അവസ്ഥകളൊക്കെ വരുമ്പോഴൊക്കെ അതൊക്കെ ഭയങ്കര ഇതാണല്ലോ. പ്രവാസികൾ നമ്മളെ നാട്ടുകാരെല്ലാവരും ഒരുപോലെ ദുഃഖത്തിലാഴ്ത്തിയ ഒരു കാര്യമാണ്. അത് കാരണം പെരുന്നാളൊന്നും വലിയൊരു ഉഷാറൊന്നും ഇല്ലാത്ത ഒരിതാണ്. കാരണം അതിങ്ങനെ ഓർക്കുമ്പോൾ ഭയങ്കര സങ്കടം തന്നെയാണ്. ഓരോ വീഡിയോസൊക്കെ യൂട്യൂബിൽ തന്നെ ഇങ്ങനെ ഒരുപാട് ന്യൂസിലും ഒക്കെ ഇങ്ങനെ കാണുന്നുണ്ടല്ലോ. കരഞ്ഞിട്ട് നമ്മൾക്ക് തന്നെ അതിങ്ങനെ കാണുമ്പോൾ ആ വീഡിയോസും യൂട്യൂബിലുള്ള വീഡിയോസുകൾ തന്നെ കാണുമ്പോൾ നമ്മൾക്ക് തന്നെ അത് സഹിക്കണില്ല. പിന്നെ അപ്പോൾ അവരെ വീട്ടുകാരൊക്കെ എങ്ങനെ അത് അവർക്ക് മറവി വരും, അതൊക്കെയാണ് അത്രയും ഓരോരോ ആൾക്കാർ അടുത്ത് വരാൻ നിൽക്കണവർ. പിന്നെ മക്കൾക്ക് ഇന്നിപ്പോൾ ഒരു ഇത് ന്യൂസിൽ ഒന്ന് കണ്ട്, യൂട്യൂബിൽ തന്നെ കണ്ട്, മകൾക്ക് +2 പാസ്സായിട്ട് ഫോണൊക്കെ വാങ്ങി വെച്ചിട്ട് അച്ഛൻ അടുത്ത മാസം വരുമ്പോൾ കൊടുന്ന് മോൾക്ക് കൊടുക്കാൻ വെച്ചതാണ്. എന്നിട്ട് അതും കൂടി മോൾക്ക് കൊടുക്കാനും അച്ഛന് പറ്റിയില്ല. ഒരു ചുംബനം കൊടുക്കാനും കൂടി പറ്റാത്തൊരവസ്ഥയായിരുന്നു എന്നൊക്കെ ഇന്ന് ന്യൂസിൽ കണ്ട്. കരഞ്ഞിട്ട് കുറേ വിഷമിച്ചിരുന്നിരിക്കണം ആ വീഡിയോസൊക്കെ കണ്ടിട്ട്. അപ്പോൾ ഇതാ നമ്മളെ ഗ്രീൻ പീസ് കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്തൊക്കെ ഗ്രീൻ പീസ് കറിയൊക്കെ അതിന് ശേഷമാണ് പിന്നെ ദോശയും ചായയൊക്കെ കുടിച്ചത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള റെസിപ്പിയൊന്നും ഞാനിതിൽ എടുത്തിട്ടില്ലായിരുന്നു. പിന്നെ ഗ്രീൻ പീസ് ആദ്യം ഒന്ന് വേവിച്ചതിന് മസാലകളും ഒക്കെ ഇട്ടിട്ട് അങ്ങനെ ഉണ്ട് വേവിച്ചെടുത്തിട്ട് പിന്നെ ലാസ്റ്റ് കടുക് ഇടുകയാണ് ചെയ്തത്. പിന്നെ ഇത് നമ്മൾ ഉച്ചയ്ക്ക് ബീഫ് ബിരിയാണി ഉണ്ടാക്കാൻ കുറച്ച് ഒരു കിലോനൊന്നും ഇല്ല കേട്ടോ. ഒരു 3/4 കിലോ അരി ഇട്ടിട്ട് കുറച്ച് മതിയല്ലോ, നമ്മൾ കുറച്ചാളല്ലേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ വെക്കാനും വേണ്ടിയിട്ട് എടുത്ത് വെച്ചതായിരുന്നതൊക്കെ. ഇപ്പോൾ അരിക്കുള്ള വെള്ളമാണ്, റൈസ് വേവിക്കാനുള്ള വെള്ളമാണ് വെച്ചിട്ടുള്ളത്. പിന്നെ അപ്പുറത്ത് കുക്കറിൽ ബീഫ് വേവിച്ചെടുക്കണം. മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും ചെറുനാരങ്ങ നീരും ഒഴിച്ചിട്ട് അങ്ങനെ ബീഫ് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇത് നമ്മളിവിടെ സവാള ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ബീഫിന് നല്ല വേവ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ 5 വിസിലടിച്ചിട്ട് പിന്നെ അങ്ങനെ ഓഫാക്കിയിട്ട് പിന്നെ എയറൊക്കെ പോയതിന് ശേഷം നോക്കിയപ്പോഴും ഇല്ലായിരുന്നു. പിന്നെ ഒരു 2 വിസിലും കൂടി അടിച്ചതിന് ശേഷമാണ് ബീഫ് ഒന്ന് നല്ലപോലെ വെന്ത് കിട്ടിയത്. ഇപ്പോൾ നമ്മളെ സവാളൊക്കെ ഇവിടെ നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് ദിവസം മുന്നേ ഞാനങ്ങനെ പേസ്റ്റാക്കി ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു കേട്ടോ. അത് നമ്മൾ വിനാഗിരി ഒഴിച്ചിട്ട് അതിൽ ഇഞ്ചി വെളുത്തുള്ളി നല്ല തൊലിച്ച് അങ്ങനെ കഴുകി വൃത്തിയാക്കി എടുത്ത് അതിലേക്ക് ലേശം വലിയ ജീരകം ഇട്ട് പിന്നെ വിനാഗിരിയും ഉപ്പും കൂടി ചേർത്തിട്ട് അങ്ങനെ പേസ്റ്റാക്കി എടുത്തതായിരുന്നു.
അപ്പോൾ അങ്ങനെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാൽ നമ്മൾക്ക് ഒരു 10-15 ദിവസം നമ്മൾ പിന്നെ കൂടുതലും അങ്ങനെ ആക്കില്ല, ആവശ്യത്തിന് അങ്ങനെ എടുക്കുള്ളൂ. ഒരു 15-20 ദിവസമൊക്കെ നമ്മൾക്ക് കേടുകൂടാതെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. വെളുത്തുള്ളീൻ്റെ ഒന്നും ആ സ്മെല്ലൊന്നും പോവില്ല കേട്ടോ ഇങ്ങനെ ചെയ്താൽ. പിന്നെ ഞാനത് ഇങ്ങനെയാണ് ചെയ്ത് വെക്കാറ്. പിന്നെ ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വലിയ ജീരകം ഞാൻ ഇടാറില്ല എന്നിട്ട് പിന്നെ ഞാൻ ആ വീഡിയോ ചെയ്ത് കണ്ടിട്ട് നമ്മളൊരു ഫ്രണ്ട് പറഞ്ഞതാണ് വലിയ ജീരകം ഇടുമല്ലോ എന്ന്. പിന്നെ അതിന് ശേഷം ഞാൻ വലിയ ജീരകം ഇടാറുണ്ട് കേട്ടോ. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് അത് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ അത് ഞാൻ അരി വേവിക്കാനുള്ള വെള്ളം ആദ്യത്തെ ആ പാത്രം ഒന്ന് മാറ്റിയിരുന്നു കേട്ടോ. അതിൽ അരി ശരിക്ക് വേവാനുള്ളൊരു ഇതില്ലായിരുന്നു അതിൽ. അപ്പോൾ ഞാൻ വേറൊരു കലം അടുപ്പത്ത് വെച്ച് സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെള്ളം നല്ലപോലെ തിളച്ച് അതിലേക്ക് നമ്മൾ പട്ട, ഗ്രാമ്പു, ഏലക്കായ, ബേ ലീഫ് ഇതൊക്കെ ഇട്ട് കൊടുത്തതിന് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് കുറച്ച് ചെറുനാരങ്ങ നീരും ഒഴിച്ചു കൊടുത്തിരുന്നു കേട്ടോ. ഇപ്പോൾ നല്ല വെള്ളം തിളച്ചതിന് ശേഷം റൈസ് അവിടെ കഴുകി വാരച്ചിരുന്ന് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. റൈസ് അവിടെ അടച്ച് വെച്ചിട്ട് അതൊന്ന് നമുക്ക് വേവുകളൊന്ന് വെയിറ്റ് ചെയ്യാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് നല്ല മൂത്ത് വന്നതിന് ശേഷം നമ്മൾക്ക് അതിലേക്ക് തക്കാളി ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നല്ലപോലെ തക്കാളി വെന്ത് കിട്ടണം, അത് നമുക്ക് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഇപ്പോഴത്തെ തക്കാളി ഒന്നും നല്ല പോലെ ഉണ്ട് വെന്ത് കിട്ടാറില്ല കേട്ടോ. എത്ര നമ്മൾ വേവിച്ചാലും ഒരു എന്താ പറയുക ഒരു കല്ല് പോലെ അങ്ങനെ കിടക്കും. അപ്പോൾ ഇത് ഞാൻ നല്ല വേവിച്ച് നല്ല തക്കാളിയൊക്കെ നമുക്ക് അങ്ങനെ കിടക്കുമ്പോൾ അതുപോലെ ഉള്ളി സവാളൊക്കെ നല്ല ബ്രൗൺ കളർ അതിന് ശേഷം നമ്മൾക്കത് വേറെ എല്ലാ മസാലയൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാൻ പറ്റും, ചേർത്ത് കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ അത് ചോറിൽ ഒക്കെ നമുക്ക് ഈ ഉള്ളി തക്കാളീൻ്റെ അതൊക്കെ അങ്ങനെ ഉണ്ടാവും. ഇപ്പോൾ അത് നമ്മളിതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. തൈര് ഒഴിച്ച് കൊടുക്കണമായിരുന്നു, തൈര് എൻ്റെ അടുത്ത് ഇല്ലായിരുന്നു എന്നിട്ട്, അതുകൊണ്ട് ഞാൻ തൈര് ഒഴിച്ചെടുത്തിട്ടില്ല. പിന്നെ ഫസ്റ്റ് നമ്മളിതിൽ പട്ട, ഗ്രാമ്പു, ഏലക്കായ ഇതൊക്കെ ഒന്ന് ഇട്ടെടുത്ത് ബേ ലീഫൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ തക്കാളിയൊക്കെ നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ബീഫ് ഉണ്ടല്ലോ അത് നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തിട്ടൊന്ന് അടച്ച് വെച്ചൊന്ന് വേവിക്കുക. അപ്പോൾ ആ മസാലയൊക്കെ ഒന്ന് ബീഫിലൊന്ന് പിടിക്കാനാണത്. ഈ ഒരു ടൈമിൽ നമ്മൾക്ക് ഗരം മസാല, കുരുമുളക് പൊടി, ബിരിയാണി മസാല ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് നമ്മളെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ, ലൈക്ക് ചെയ്യാൻ മറന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും നമ്മൾ ഫ്രണ്ട്സുകൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നമ്മളെ ഫ്രണ്ട്സുകളെല്ലാവരും വീഡിയോ നമ്മൾ കാണാറുണ്ട്, സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാറുണ്ട്, ഫുൾ സപ്പോർട്ട് ഉണ്ടാവും. അപ്പോൾ നമ്മൾക്ക് നിങ്ങളെല്ലാവരും സപ്പോർട്ട് വേണം. പിന്നെ നമ്മളെ യൂട്യൂബിൽ ഇല്ലാത്ത തന്നെ നമ്മളെ ഫ്രണ്ട്സുകളും ഫാമിലിയിലുള്ളവരും എല്ലാവരും നമ്മളെ വീഡിയോസൊക്കെ കാണുന്നുണ്ട്, എല്ലാവരും സപ്പോർട്ടുണ്ട്. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഇനി നിങ്ങളെ സപ്പോർട്ട് വേണം, എന്നാലേ നമ്മൾക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റിലൂടെ നമ്മളെ അറിയിക്കണം. കമൻറ്റൊക്കെ വായിക്കുമ്പോൾ ഒരുപാട് സന്തോഷമാണ്. അപ്പോൾ എന്താ പറയുക, എല്ലാവരും കമൻറ്റൊക്കെ അയക്കണം. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഇനിയും മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരണമെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് നമ്മൾക്ക് നല്ല വേണം ഇനി ഇവിടുന്ന് അങ്ങോട്ട്. പിന്നെ എന്താ എല്ലായിടത്തും മഴയൊക്കെ ഉണ്ടോ? ഇവിടെ മഴയൊക്കെ കുറവാണ് കേട്ടോ. ഇവിടെയൊക്കെ ഇപ്പോൾ നല്ല വെയിലാണ്. മഴയൊക്കെ ഉണ്ടായിരുന്നു, ചിലപ്പോൾ അങ്ങനെ ചില ദിവസങ്ങളിലൊക്കെ രാത്രിയൊക്കെ അങ്ങനെ മഴ ഉണ്ടാവും, ഇല്ലെങ്കിൽ അങ്ങനെ മഴ ഉണ്ടാവില്ല. പക്ഷേ മഴ ഇല്ലാത്ത ടൈമിൽ വെയിലാവുമ്പോൾ നല്ല ചൂടാണ് കേട്ടോ. ആദ്യത്തെ പോലെ നമ്മളെ പഴയ ആ ഒരു ചൂട് മഴ ഇല്ലാത്തപ്പോഴും ഉണ്ട്. ഇപ്പോൾ നമ്മളെ റൈസൊക്കെ ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റൈസൊക്കെ മസാലയിൽ ഒന്ന് റൈസ് ഇട്ട് കൊടുക്കുകയാണ്. ദം ഇടാനാണ് കേട്ടോ അതൊക്കെ. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. അത് എളുപ്പം, ഇത് നമ്മൾക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ബിരിയാണി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതിലേക്ക് ഇതാ കുറച്ച് മല്ലിച്ചപ്പ് നമ്മൾ ചെറുതായി കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ RKG ആണ് ഒഴിച്ച് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ കുറച്ച് ഗരം മസാല ഒക്കെ അതിൻ്റെ മീതെ ചേർത്ത് കൊടുത്തിരുന്നു കേട്ടോ. ദമ്മിടാൻ നമ്മൾ ചെയ്യുന്നത്, നമ്മളൊരു ഫ്രൈ പാൻ പഴയ ഒഴിവാക്കിയൊരു അടി കട്ടിയുള്ളൊരു ഫ്രൈ പാൻ ഉണ്ടായിരുന്നു. അത് നമ്മൾ സ്റ്റൗവിൽ വെച്ചിട്ടൊന്ന് നല്ല ചൂടാക്കി എടുത്തതിന് ശേഷം ഇതങ്ങനെ അവിടെ വെച്ച് കൊടുക്കുകയാണ് ചെയ്തത്. ആദ്യം ഒന്ന് നല്ല ഹൈ ഫ്ലെയിമിലിട്ട് ഫ്രൈ പാൻ ഒന്ന് ചൂടാക്കി എടുത്തിട്ട് പിന്നെ അത് സിമ്മിലിടുകയാണ് ചെയ്തത്. ഇനി അടുത്ത വ്ളോഗ് നമ്മളത് പെരുന്നാളിൻ്റെ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും അടുത്ത വ്ളോഗൊക്കെ വരുമ്പോൾ ഇതുപോലെ നിങ്ങളെ എല്ലാവരും സപ്പോർട്ട് നമ്മൾക്ക് വേണം. കുറച്ച് നെയ്യ് കൂടി നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഡാൽഡയാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്.
ഡാൽഡ ആദ്യം ചേർത്തിട്ടില്ലായിരുന്നു കേട്ടോ. സൺഫ്ലവർ ഓയിൽ വെച്ചിട്ടാണ് നമ്മൾ പിന്നെ സവാളൊക്കെ ഫ്രൈ ചെയ്തെടുത്തത്. അപ്പോൾ കുറച്ച് ഡാൽഡ അതിൽ ഇട്ടെടുത്തിട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മളത് ഒന്നുകൂടി അടച്ച് വെക്കുന്നുണ്ട്. കുറച്ച് ഒലീവ് ഓയിൽ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഓപ്ഷനിലാണ് കേട്ടോ. ഇത് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ഒഴിച്ചതാണ്. ഇത് ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ആർക്കേജും ഡാൽഡയും പിന്നെ സൺഫ്ലവർ ഓയിലാണല്ലോ സവാളൊക്കെ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് എൻ്റെ അടുത്തുള്ളത് കൊണ്ട് മാത്രം ഞാൻ ഒഴിച്ച് കൊടുത്തതാണ്. അപ്പോൾ തന്നെ നമ്മൾ പഴംപൊരിയും കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. വൈകുന്നേരത്തെ ചായക്കുള്ളപ്പോൾ നമ്മൾക്ക് അന്നൊരു ഗസ്റ്റ് വരുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ വൈകുന്നേരം അവർക്ക് വന്നാൽ ചായ കൊടുക്കാൻ വേണ്ടിയിട്ട് പഴം പൊരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മാവൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മൈദ മാവ്, കുറച്ച് അരിപ്പൊടി, ഉപ്പ്, ലേശം ഉപ്പ്, പഞ്ചസാര, ഇതൊക്കെ പിന്നെ എല്ലാവർക്കും അറിയുന്നതാവുമല്ലോ അല്ലേ, നമ്മളിങ്ങനെ പറയേണ്ടതൊന്നുമില്ല. അപ്പോൾ അതൊക്കെ നന്നായി ആവശ്യത്തിന് വെള്ളം ചേർത്ത് നല്ല മിക്സ് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു നുള്ളിൽ അപ്പസോഡ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പസോഡ നമ്മൾ ചേർക്കണത് നല്ലതൊന്നുമല്ല. പപ്പടം ചേർത്താലും നല്ല പൊള്ളച്ച് വരും. പിന്നെ നമ്മൾ ചോറുണ്ടല്ലോ, ചോറ് കൂട്ടി അതിൽ ചേർത്തെടുക്കുന്നത് നല്ലതാണ്. ചോറ് ചേർത്താലും പഴം പൊരിക്കുമ്പോൾ നല്ല റെഡിയായി കിട്ടും കേട്ടോ. പിന്നെ ഇത് നല്ല പഴുത്ത പഴമായിരുന്നു. പിന്നെ അതുകൊണ്ട് ഞാൻ ചോറ് ചേർക്കാതിരുന്നത്. അരിപ്പൊടിയൊക്കെ ചേർത്തിട്ട് അങ്ങനെ പഴം ഓരോന്നിങ്ങനെ പൊരിച്ചെടുക്കുന്നുണ്ട്. ചോറ് മിക്സിൻ്റെ ജാറിൽ അരച്ചെടുത്തിട്ടാണ് ചേർക്കട്ടോ. ചോറ് ചേർക്കാറുമ്പോൾ ചോറ് അങ്ങനെ അതിലങ്ങനെ ചേർക്കല്, മിക്സിൻ്റെ ജാറിൽ അരച്ചെടുത്തിട്ട് അങ്ങനെ ചേർക്കണം. എല്ലാവർക്കും അറിയുണ്ടാവും, ഞാനൊന്നുകൂടി പറഞ്ഞതാണെന്ന് മാത്രം. അപ്പോൾ ഇതാ ഉച്ചയായപ്പോഴേക്കും നമ്മളെ ബിരിയാണിയൊക്കെ റെഡിയായി. പഴംപൊരിയൊക്കെ നമ്മളിങ്ങനെ ഓരോ പ്രാവശ്യം അങ്ങനെ ഓരോന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. ഒരു തവണ 4 എണ്ണം വീതമാണ് ഇട്ടെടുക്കുന്നത്. ഒരു പഴം നമ്മൾ ചെറുതായി കട്ട് ചെയ്യുമെങ്കിൽ 4 പീസ് 5 പീസൊക്കെ അങ്ങനെ ആക്കാൻ പറ്റും. ഇത് ചെറിയ പഴം, നല്ല നല്ല നാടൻ പഴമായിരുന്നു കേട്ടോ. പിന്നെ നല്ല പഴുപ്പ് കൂടുതലായിരുന്നു. അപ്പോൾ നല്ല എന്താ പറയുക, തിന്നാക്കി കട്ട് ചെയ്യാനും പറ്റില്ലായിരുന്നു. എന്നാലും പരമാവധി തിന്നാക്കിയിട്ട് തന്നെ കട്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ പിന്നെ ഒരു 4 എണ്ണം വെച്ചിട്ടാണ് നമ്മൾ അങ്ങനെ പൊരിച്ചെടുക്കുന്നത്. അങ്ങനെ എല്ലാ പഴവും നമ്മൾ പൊരിച്ചെടുത്ത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി പഴംപൊരി ആയിരുന്നു. ബിരിയാണിയും തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, ബീഫ് ബിരിയാണി. അപ്പോൾ ഇത് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം, ഫീഡ്ബാക്ക് അറിയിക്കണം. പിന്നെ നമ്മളെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് തന്നെ കാണണം കേട്ടോ എല്ലാവരും. പിന്നെ എല്ലാവരുടെ നാട്ടിൽക്കും മഴയൊക്കെ ഉണ്ടോ, എന്തൊക്കെയാണ്, മഴ ഉണ്ടോ മഴ ഇല്ലേ, എല്ലാവരും കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കണം കേട്ടോ. പിന്നെ ഗൾഫിലൊക്കെ നല്ല ചൂടാണെന്ന് പറഞ്ഞിട്ട് ഇക്ക വിളിക്കുമ്പോഴൊക്കെ പറയും നല്ല ചൂടാണെന്ന് പറയും. എന്തായാലും അവിടുത്തെ ചൂടൊക്കെ എത്രയും പെട്ടെന്ന് മാറി അവർക്ക് തണുപ്പൊക്കെ അവിടെ ചൂട് ഇനി ഒരു 2 മാസം കൂടി ഉണ്ട് തോന്നുന്നു. പക്ഷേ ചൂട് തുടക്കത്തിൽ തന്നെ നല്ല ചൂടാണ് അവർക്ക്. പെരുന്നാളിൻ്റെ അന്നൊക്കെ നല്ല ചൂടായിരുന്നു എന്നാണ് പറയുന്നത്. പുറത്തേക്ക് ഇറങ്ങാൻ പറ്റണില്ല എന്ന് പറഞ്ഞിരുന്നു. നമ്മൾക്കും കുറച്ച് മുന്നേ അതുപോലെ നല്ല ചൂട്, ഇവിടെ നോമ്പിൻ്റെ ടൈമിലൊക്കെ നല്ല ചൂടായിരുന്നല്ലോ. പിന്നെ മഴ പെയ്തപ്പോൾ നമ്മൾക്ക് കണ്ടും പറയുന്നാലും ഗൾഫിലെ ആ ചൂട് നാട്ടിലില്ല കേട്ടോ. പക്ഷേ നാട്ടിലെ ഈ ഒരു ചെറിയ ചൂട് തന്നെ നമുക്ക് സഹിക്കാൻ വയ്യ. പിന്നെ ഗൾഫിലത്തൊക്കെ പിന്നെ പറയണം. ഇതിൻ്റെ മുന്നേ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഡ്രസ്സ് എടുക്കാൻ പോണത് നമ്മളിവിടെ തിരൂർ ആലത്തൂര് യു സ്റ്റൈലായിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കണം. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം, എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നല്ല ഒരുപാട് കളക്ഷൻ അവിടെ ഉണ്ട് കേട്ടോ. അതും വെറൈറ്റി മോഡലും ഒക്കെ ആയിട്ട് ഇപ്പോൾ ട്രെൻഡിങ്ങിലുള്ള പാൻറ് ടോപ്പ് അങ്ങനെയുള്ളതൊക്കെ നല്ല ഉണ്ട്. അപ്പോൾ എല്ലാവരും ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അടുത്തുള്ളവരൊക്കെ ഒന്ന് പോയി നോക്കുക. ഇപ്പോൾ നമ്മൾ ബിരിയാണി കഴിക്കാൻ പോകുമായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞാനതൊന്ന് മിക്സ് ചെയ്യുമ്പോൾ ഒന്ന് വീഡിയോ എടുത്തതായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അവർക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. അടുത്ത വ്ളോഗ് നമ്മളെ പെരുന്നാളിൻ്റെയാണ്. ഫാമിലി എല്ലാവരും കൂടി, അനിയത്തിമാരും മക്കളും എല്ലാവരും കൂടി എത്തിയിട്ടുള്ളൊരു നല്ലൊരു പെരുന്നാൾ വ്ളോഗ്, അടിപൊളി വ്ളോഗ് വരും ഇൻഷാ അല്ലാഹ്. അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. താങ്ക് യു.